probability. എന്താണ് പ്രോബബിലിറ്റി അറിയോ? ഇല്ല. 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ് ചാൻസസ്, സാധ്യത. ആ അപ്പോൾ നമ്മൾ ഇവൻസ് പഠിക്കും, സാമ്പിൾ സ്പേസും പഠിക്കും. ആ ഇവൻസ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റാണ്. ആ സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് എടുക്കുമ്പോൾ അതിലുള്ള ഒരു യൂണിവേഴ്സൽ സെറ്റ്. ഒരു പ്രോബബിലിറ്റി ഇക്വേഷൻ ഉണ്ടാവും, ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ടോട്ടൽ. നമ്പർ ഓഫ് ഔട്ട്കംസ്. ഫോർ എക്സാമ്പിൾ, എ കോയിൻ ഈസ് ടോസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്? എന്തെല്ലാം ഔട്ട്കംസ് ഉണ്ടാവും? ഹെഡും ടൈലും. ഹെഡ് ആൻഡ് ടെയിൽ. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര? 2. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? 1/2. 1/2. അതായത് 50%. 50% കിട്ടാനുള്ള ചാൻസ് എത്ര? ഹെഡ് കിട്ടാൻ 50% ആണ്. അതേപോലെ ടെയിൽ കിട്ടാനോ? 1/2. 50% ടെയിൽ കിട്ടാൻ. ഇനി കോയിൻ ഈസ് ടോസ് ട്വൈസ്. രണ്ടു വട്ടം കോയിൻ ടോസ് ചെയ്താൽ ഔട്ട്കംസ് ചെയ്താൻ പറ്റുമോ? 2 ഹെഡും 2 ടൈലും അങ്ങനെ വരാം. 2 ഹെഡും 2 ടൈലും വരൂലേ? പിന്നെ അത്രയും ഉണ്ടാവും. ഹെഡ് ടെയിൽ വരില്ല, ടെയില് ഹെഡ് വരില്ല. അപ്പൊ ഇതൊന്നും ചെയ്തോ? ഇങ്ങനെ ചെയ്ത പ്രോബബിലിറ്റി ഓഫ് ബ്രാക്കറ്റിൽ എച്ച് ഡിനോട്ട്, അങ്ങനെ ഡിനോട്ട് ഇല്ല. അതിന്റെ അർത്ഥം എച്ച് എന്ന് വെച്ചാൽ ഹെഡ്, ഹെഡ് എന്ന് വണ്ടി ചെയ്തു. ഇക്വേഷൻ എഴുതണം. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ശരിയാ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. What is the probability of getting both head? Yeah. What is the probability of getting both the tail? What is the probability of getting at least one head? മൂന്ന് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി ആണ് കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക, പ്രഡിക്ഷൻ നടത്തുക, ഫോർകാസ്റ്റ് ചെയ്യുക, വെതർ ഫോർകാസ്റ്റ് ചെയ്യുക, ചാൻസസ് പറയുക.
ഫസ്റ്റ് നമ്മൾ എന്താക്കും, സാമ്പിൾ സ്പേസ് എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഈസി ചാപ്റ്റർ, ഇതിൽ നിന്ന് 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ. ആ എഴുതിയ സാമ്പിൾ സ്പേസ് എഴുതിയ സ്വന്തമായിട്ട് എഴുതിക്കാം. ഇപ്പൊ എത്ര വരും? 4. ടോട്ടൽ നമ്പർ 4. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഹെഡ്? 2 ഹെഡാണ് സാധ്യത എത്ര ഉള്ളതിൽ? 1/4. ആ 1/4. അതേപോലെ ബോത്ത് ടൈലാണെങ്കിൽ 1/4. 1/4. അതായത് 1/4 എന്ന് വെച്ചാൽ 25%. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്? ഒരേ ഹെഡ് എങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? അതെങ്ങനെ അറിയില്ല. അതിൽ നോക്ക്, ഇതിലെത്ര ഹെഡ് ഉണ്ട്? ഇതിലൊന്നുണ്ട്, ഇതിലൊന്നുണ്ട്, ഇതിലൊന്നുണ്ട്. അപ്പൊ 3. 3 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, അതായത് 75%. ഇനി എ കോയിൻ ഈസ് ടോസ് ത്രൈസ്, 3 വട്ടം ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതിയാൽ. സാമ്പിൾ സ്പേസ് എടുത്ത് ഒരു കോയിൻ ടോസ് ചെയ്താൽ എത്ര വന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. 2 കോയിൻ ടോസ് ചെയ്താലോ? 4. ഇപ്പൊ ഈ കോയിന് 2 ഭാഗങ്ങളല്ലേ, ഹെഡ് ടു ടെയിൽ. അപ്പൊ 2n ആണ് ഔട്ട്കംസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 3 വട്ടം ടോസ് ചെയ്യുമ്പോൾ എത്ര വരും? 2/3. അപ്പൊ അതായത് എത്ര വരും ഔട്ട്കംസ്? 8 ഔട്ട്കംസ് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഹെഡ് 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 അങ്ങനെ എഴുതിക്കും. ഇങ്ങനെ എഴുതണം, ഹെഡ് 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 ടെയിൽ ഹെഡ്. ഫസ്റ്റത്തെ കളി എഴുതിക്കഴിഞ്ഞാൽ അടിയിൽ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതുന്നത്. ഹെഡ് എഴുതിയതെല്ലാം ടെയിലാക്കിയാൽ മതി. മനസ്സിലായോ? ഇവിടെ ഹെഡ് ഉള്ളത് ഇവിടെ ടെയിൽ കൊടുക്കുക, ഇവിടെ ടെയിൽ ഉള്ളത് ഇവിടെ ഹെഡ് കൊടുക്കുക. ഓക്കെ, സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റിയാൽ തന്നെ പ്രോബബിലിറ്റിക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എഴുതിയാ സാമ്പിൾ സ്പേസ് എഴുതിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ് എപ്പിയർ? ഒരു ഹെഡ് പോലും ഉണ്ടാകാത്ത പ്രോബിലിറ്റി പറയുന്നത് 1/6. 1/6 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര? 8. സോറി, 1/8. 1/8. പിന്നെ എക്സാക്ട്ലി വൺ ഹെഡ് എപ്പിയർ, ഒരു ഹെഡ് എക്സാക്ട്ലി വൺ ഹെഡ് എപ്പിയർ എത്ര വരും? 2/8. 6/8 അല്ല, 7/8 അല്ലേ? 1 മാത്രല്ല വരേണ്ടത്. എക്സാക്ട്ലി വൺ. എത്ര വരും? ഒന്ന് വരുന്നത് എത്ര? 2 3 ഇല്ലേ? 3/8. ഓക്കെ,
അറ്റ്ലീസ്റ്റ് ടു ഹെഡ്, അതായത് ടു ഹെഡെങ്കിലും ഉണ്ടാവണം മിനിമം. വൺ, ടു, ത്രീ, ഫോർ, 4/8. ഓക്കെ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്രാക്കറ്റിൽ ഇതായിരുന്നു അറ്റ്ലീസ്റ്റ് ടു ഹെഡ്. പി ഓഫ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ വന്നു. ഓക്കെ ഓക്കെ. എന്നിട്ട് ആൻസർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഡൈ, കരു ടോസ് ചെയ്ത് തന്ന എന്താ ഔട്ട്കംസ് കിട്ടാം? 1 2 3 4 5 6. സാമ്പിൾ സ്പേസ്. അപ്പൊ എ എന്ന് പറഞ്ഞത് എ നമ്പർ ലെസ് ദാൻ 4 എത്തിയ. അപ്പൊ 4 കുറഞ്ഞ നമ്പർ വരുന്ന അത്ര 3 3. 3 അപ്പൊ by 6. ഫോർ ഉൾപ്പെടൂല. അപ്പൊ 3/6. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ എത്ര വരും? 3/6. ബി എന്ന് പറയുന്ന സാധനം എ നമ്പർ ഗ്രേറ്റർ ദാൻ 2 ബട്ട് ലെസ് ദാൻ 5. അത്ര ഉണ്ട്. 2 കൂടുതലും 5 കുറവ്. എത്ര? 3 and 4. 2 by ആ, 6. 2/6. പ്രോബിലിറ്റി ഓഫ് ബി എത്ര വരും? 2 by 6. സി 1 എന്ന് by പറഞ്ഞാൽ നമ്പർ ഗ്രേറ്റർ ദാൻ 4 എത്തിയ. 4 എത്ര? 2. അപ്പൊ 2/6. ഇനി ഈ ക്വസ്റ്റ്യൻ എഴുതിയാ? അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണം. ആ, നമ്മളിപ്പോ ഡൈ അല്ല പറഞ്ഞു. ഡൈന്റെ കേസിൽ 6 വശങ്ങളുള്ളത്. ആ അപ്പോ ഔട്ട്കംസ് 6/10 ആണ് ടോട്ടൽ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഒരു വട്ടം ഡൈ ടോസ് ചെയ്താൽ 6/1 6. 2 വട്ടം ടോസ് ചെയ്താൽ എത്ര വരും? 6 raised to 12. അതായത് 6² എത്ര വരും? 36. 36 ഔട്ട്കംസ് വരും കേട്ടോ. 2 ഡൈസ് ആർ ത്രൂ. മിസ്സാണ്. ഇത് എഴുതി വെക്ക് പുസ്തകം. ആയിട്ട് സാമ്പിൾ സ്പേസ് അത് എഴുതിയാലും ഒരു മാർക്ക് കിട്ടും. പിന്നെ ഈ ക്വസ്റ്റ്യൻ സം ഈസ് ഈവൻ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഈസ് ഈവൻ? സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. സം ഈസ് ലെസ് ദാൻ 4. ഡി എന്ന് വെച്ചാൽ സം ഈസ് ഗ്രേറ്റർ ദാൻ 11. എഴുതിയാ? സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റും. ആദ്യം ടോസ് ചെയ്യുമ്പോൾ 1 വരും, പിന്നെ 1 വന്നു. സാമ്പിൾ സ്പേസ് ഇങ്ങനെ വരും. 1 1 1 2 1 3 1 4 1 5 1 6. അതേപോലെ 6 6 വരെ വരും. അപ്പൊ 36 ഔട്ട്കംസ് ഉണ്ടാവും. മനസ്സിലായ? ഇതേപോലെ ഇത് സാമ്പിൾ സ്പേസ് 1 1 1 2 1 3.
എഴുതിയാ? കഴിഞ്ഞിട്ടില്ല. ആ കഴിഞ്ഞു. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, സം ഈസ് ഈവൻ. സം എന്ന് വെച്ചാൽ രണ്ടും കൂട്ടിയിട്ട് ഈവൻ നമ്പർ കിട്ടണം. അതായത് 1+1 2 അല്ലേ? ആ അപ്പൊ അത് ആ ഈവൺ അല്ലേ? അപ്പൊ അത് കൂട്ടും. അടുത്തത് പറ. ഉം. 1+2 3 ആണ്. അപ്പൊ അത് ഓടാണ്, അത് കൂട്ടാൻ പറ്റില്ല. അപ്പൊ 1 1ഉം 3ഉം പിന്നെ 1ഉം 5. അപ്പൊ ഒന്നാമത്തെ സെറ്റിൽ എത്ര ഉണ്ട്? 3 ഉം. അപ്പൊ അതേപോലെ കൗണ്ട് ചെയ്യണം. ഉം. അപ്പൊ ടോട്ടൽ എഴുതണം. പ്രോബിലിറ്റി ഓഫ് എത്ര വരും? ഫസ്റ്റ് സെറ്റ് എഴുതിക്കോ. സെറ്റ് ഈസ് ഈക്വൽ ടു 1 1 1 1 1 3 അങ്ങനെ എഴുതിക്കോ. ഓക്കെ. ആ 1 5 പിന്നെ ഏത് വരും? 2 2 2 2 2 4 2 4 2 6 2 6 3 2 അല്ല 3 2 ഇല്ല 3 3 1 3 3 1 ഓക്കെ 3 1 3 1 3 ആ 3 3 5 3 5 പിന്നെ 4 2 ഉം, 4 4 4 6 അടുത്ത 5 2 5 2 വരൂല. അല്ല 7 5 1 5 1 5 3 5 3 5 5 5 അടുത്ത് 6 2 6 4 6 2 6 4 6 6 എത്ര ഒട്ടാകെ എത്ര? 3 6 9 12 15 18 18/36 വരും. കിട്ടോ? ആ ഓക്കെ അല്ലേ? ആ അതേപോലെ സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 കണ്ടുപിടിച്ച്, സം ലെസ് ദാൻ 4 കണ്ടുപിടിച്ച്, സം ഈസ് ഗ്രേറ്റർ ദാൻ 11 കണ്ടുപിടിച്ച്. ഫസ്റ്റ് ഔട്ട്കംസ് എഴുതിക്കോ, സെറ്റ് പോലെ ആക്കി. ഓക്കെ എഴുതിയാ? ഇല്ല മൾട്ടിപ്പിൾ ഓഫ് 3 എങ്ങനെ വരും? ഒന്നാമത്തെ ഇതിൽ എത്ര വരും? 2 ഏതല്ലോ? 2 1 അല്ല 1 2 1 2 1 2 എന്ന് 1 വെച്ചാൽ 5 1+2 3 അല്ലേ? 3 ആ മൾട്ടിപ്പിൾ 1 5. ഓക്കെ. ഒന്നാമത്തെ സെറ്റില് രണ്ടാണ്. അടുത്ത ഇതിലോ? അടുത്ത കാരണയിൽ 2 1 അല്ല 2 1 2 4 പിന്നെ വരൂല. അതെ, അങ്ങനെ പിന്നെ വരൂല അല്ല. ഇല്ല ഇല്ല അപ്പൊ ഒന്നിലും രണ്ടിലും രണ്ടെണ്ണം. അടുത്ത പറ. 3 3 3 6 ഉം. രണ്ടെണ്ണം.
അടുത്ത 4245. 459. ആ ഓക്കെ. അടുത്ത 5154. 6366. ഓക്കെ. എത്ര 12/36 അല്ലല്ലോ. എല്ലാത്തിനും രണ്ടെണ്ണല്ലേ? ആ ആ അപ്പൊ 2 × 6 12 അല്ലേ? ഓക്കെ. 12/36 ചെറുതാക്കിയാൽ എത്ര വരും? 12/36 ചെറുതായിക്കോട്ടെ. 1/3. ആ 1/3. മറ്റേതും ചെറുതായിക്കോട്ടെ. ആ സം ഈസ് ഈവൻ. ആ എത്ര കിട്ടും? 18/36 ആണ്. എത്ര വരും? 1/2. ആ ഓക്കെ. അടുത്ത സം ലെസ് ദാൻ 4. 4 വരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഒന്ന് കുറഞ്ഞു. ഓക്കെ. അപ്പൊ ഏതാണ് വരും? അപ്പൊ ഈ 3 മുതൽ ഇങ്ങോട്ട് പോകുകയോ വേണ്ടാന്. വേണ്ട. അപ്പൊ ഈ രണ്ട് ഇത് നോക്കിയാൽ മതി. കള്ളി മാത്രം നോക്കിയാൽ മതി. ആ എത്ര വരും? 3 ഉള്ളൂ. 1 1 1 1 2 2 1. 2 1. അപ്പൊ 3/36. അതായത് 1/. കട്ടാക്കിയ 1/12 വരില്ല. ആ ഇനി സം ഈസ് ഗ്രേറ്റർ ദാൻ 11 ആണെങ്കിൽ 11 കൂടണമെന്ന് പറയുമ്പോ 12 മാത്രമേ ഉള്ളൂ. അപ്പൊ 1/. 12 അല്ല 1/36. ഓക്കെ. ഇങ്ങനെ ഇതാണ്. ആ ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഉം. 2 events are there. ഉം. ടോട്ടൽ പ്രോബിലിറ്റി എപ്പം 1 ആയിരിക്കും. ഓക്കെ. ആ P of A plus P of B എപ്പം എന്തായിരിക്കും? ആ 1 ആയിരിക്കും. അതായത് 100%. ഇപ്പൊ 3 ഇവന്റ് ആണെങ്കിൽ 3 ഇവന്റ് ആണെങ്കിൽ P of A plus P of B plus P of C എത്ര ആയിരിക്കും? 1 1. ആയിരിക്കും. ആ ഓക്കെ. ഇനി നമ്മൾ സെറ്റ് പഠിച്ചിട്ടില്ലേ? N of A union B. നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ സെറ്റിൽ പഠിച്ചതാണ് ക്വസ്റ്റ്യൻ. ഇല്ല അത് ഡിലീറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പ്രോബബിലിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എത്ര? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ. ഓക്കെ. ഇനി എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനൊന്നുമില്ല. ഈ സാധനം ഇപ്പുറം കൊണ്ടുപോയാൽ എ യൂണിയൻ ബി ഒരു ഇക്വേഷൻ പഠിച്ചാൽ. ഓക്കെ. ഇനി പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ പി ഓഫ് നോട്ട് എ ആണ് അതിന്റെ അർത്ഥം. പി ഓഫ് നോട്ട് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് എ. If two events are mutually exclusive എന്ന് വെച്ചാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയി പോകും. ഈ ടേം 0 ആയി പോകും. അപ്പൊ ഇതെന്താവും? പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ചെയ്താൽ മതി. ഇത്രയും മനസ്സിലായോ? ഇത് വെച്ചിട്ട് പ്രോബ്ലം എന്തായാലും ചോദിക്കുക. ഇനി കാർഡ്സിനെ കുറിച്ചിട്ട് അറിയോ? ഇല്ല. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52. 52 കാർഡ്സ്. 52 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ സ്പേഡ് ഉണ്ട്, ക്ലബ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഹേർട്ട് ഉണ്ട്. സ്പേഡില് 13 കാർഡ്സ്, ക്ലബിലും 13. സർ ആ പ്രോപ്പർട്ടീസ് ഒന്ന് കാണിച്ചു ലാസ്റ്റ് എഴുതിയിട്ടില്ല. സോറി. ഓക്കെ.
ശരിയാ. ഉം. Right. അപ്പൊ ഇനി നമ്മൾ കാർഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയുണ്ട്? 52. 52. അതില് സ്പേഡ് 13 ഉണ്ട്, ക്ലബ് 13 ഉണ്ട്, ഡയമണ്ട് 13 ഉണ്ട്, റെഡ് 13 ഉണ്ട് കേട്ടോ. ആ അതില് സ്പേഡിൽ വരുന്നത് ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ജാക്ക്, ഒരു ഏസ്, ഉം. നാലെണ്ണായില്ലേ. പിന്നെ ഉം. നമ്പേഴ്സ് ആണ് 2, 3, 4, 5, 6, 7, 8, 9, 10. ടോട്ടൽ 13 കാർഡ്സ് അങ്ങനെ വരുന്നു. ഉം. അതേപോലെ ഇതിലും ഒരു കിങ് ഉണ്ട്, ഒരു ക്യൂൻ ഉണ്ട്, ജാക്ക് ഉണ്ട്, 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്. ഉം. അതേപോലെ ഇതിലും ഡയമണ്ടിലും പിന്നെ റെഡിലും അതേപോലെ തന്നെ. ഓക്കെ അല്ലേ? ആ ഇനി സ്പെയ്ഡും ക്ലബിന്റെയും കളറ് ബ്ലാക്ക് കളറാണ്. ഉം. ഡയമണ്ടും റെഡിന്റെ കളർ റെഡ് കളറാണ്. ആ അങ്ങനെയുണ്ട്. ഉം. ജെ ജാക്ക് ക്യൂ ക്യൂ കിങ് കെ കിങ് അങ്ങനെ കേട്ടോ. ആ ആ ഇങ്ങനെയുണ്ട് കാർഡ്. ബ്ലാക്ക് 26 കാർഡ് ഉണ്ട്. ഓക്കെ. ആ ഇത് മനസ്സിലായാൽ ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഈ ഇതില് പ്രോബിലിറ്റി സ്പെയ്ഡിൽ മാത്രമേ ഏസ് ഉള്ളൂ, ബാക്കിയുള്ള ഇതില്ല. എല്ലാത്തിലും ഏസ് ഉണ്ട്, മാറിപ്പോയതാണ്. എല്ലാത്തിലും ഏസ് ഉണ്ട്. നാളെ 13 കാർഡാണ്. ആ എഴുതാൻ വിട്ടുപോയതാണ്. ഓക്കെ. ഓക്കെ. ഇതൊന്ന് എഴുതിയെടുക്കും. ആ ഈ പ്രോബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഈ കാർഡിന്റെ ഗെയിംസ് ആണ്. കാസിനോ എന്നെല്ലാം പറയുന്ന സ്ഥലമുണ്ട് യൂസ്. ആ ഈ പണ്ട് മാത്തമാറ്റീഷ്യൻ ഒരാള് ഇത് കാർഡ് ഗെയിം കളിക്കാൻ പോയി. ഉം. എന്നിട്ട് അയാള് പ്രോബിലിറ്റി പ്രഡിക്ഷൻ പറഞ്ഞു കൊടുത്തതാണ്. അയാള് ഫുള്ള് തോക്കലാണ്. പക്ഷേ ഉം. ഇയാള് പറഞ്ഞതിന് ശേഷം ജയിക്കാൻ തുടങ്ങി. അങ്ങനെ അയാള് റിച്ചസ്റ്റ് മാനായി ആ ഉം. നാട്ടില്. സാധ്യത പറഞ്ഞു കൊടുക്കാൻ പറ്റും കാർഡ്സിന്റെ ട്ടാ. ആ ഓക്കെ. ഓക്കെ. നമുക്ക് കാർഡ്സിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ചേർത്ത്. ആ One card is drawn from a well shuffled deck of 52 cards. If each outcome is equally likely, calculate the probability that the card will be diamond. രണ്ടാമത്തെ പ്രോബിലിറ്റി നോട്ട് ആൻ ഏസ്. മൂന്നാമത്തെ ബ്ലാക്ക് കാർഡ്. നാലാമത്തെ നോട്ട് എ ഡയമണ്ട്, നോട്ട് എ ബ്ലാക്ക് കാർഡ്. അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻ ഉം. ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഡയമണ്ട്
അപ്പൊ എത്ര വരും? ഡയമണ്ട് എത്ര ഇല്ല? 13. 13/52. 52. ആ അത്രേ ഉള്ളൂ. അടുത്ത നോട്ട് എൻ എയ്സ്. എയ്സ് വരാത്ത പ്രോബിലിറ്റി ചോദിക്കുന്നു. ഫസ്റ്റ് എന്താക്കണം? എയ്സ് വരുന്നത് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് കുറച്ചാൽ മതി ടോട്ടൽ പ്രോബിലിറ്റി. ഓക്കെ, ടോട്ടൽ പ്രോബിലിറ്റി എത്ര? 52. അല്ലല്ല, 1 ആണ് ടോട്ടൽ പ്രോബിലിറ്റി. ഓക്കെ ഓക്കെ. കാർഡാണ് 52. ആ അപ്പോ എയ്സ് വരുന്ന പ്രോബിലിറ്റി എത്ര ഉണ്ട്? എത്ര എയ്സ് ആണ്? 1 2 3 4. 52. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എയ്സ് ഈക്വൽ ടു 4/52 എന്ന് എഴുതും. ഇതിന്റെ അടിയിൽ ഇത് പ്രോബിലിറ്റി ഓഫ് നോട്ട് ആൻ എയ്സ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എയ്സ് എഴുതിയാ. അപ്പൊ 1 മൈനസ് 4/52. അപ്പൊ ചെറുതായിട്ട് നമ്പർ 1 മൈനസ് 4/52 ചെറുതാക്കിയ 1/13 വരും കേട്ടോ. കട്ട് ചെയ്താൽ ഓക്കെ. അപ്പൊ 1 മൈനസ് 1/13 വരും. അതായത് 12/13 വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് എത്ര അല്ലേ? 26. ക്ലബും സ്പേഡും. ക്ലബ് 13, സ്പേഡും 13. 26. എത്ര വരും? 26/52. ഓക്കെ. നോട്ട് ഡയമണ്ടോ? ഡയമണ്ട് വരാത്തത്. അപ്പൊ ഡയമണ്ട് വന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 13/52. അപ്പൊ 1 മൈനസ് 13/52 അല്ലെങ്കിൽ 1 മൈനസ് 1/4. 13/52 ചെറുതാക്കിയ 1/4 വരും കേട്ടാ. ശരിയാ. 1/4 അല്ലേ? 1 മൈനസ് 1/4 3/4 അല്ലേ? ഓക്കെ ഓക്കെ. തെറ്റിക്കല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നോട്ട് ബ്ലാക്ക്. ബ്ലാക്ക് കാർഡ് കിട്ടുന്ന പ്രോബിലിറ്റി എത്ര? 26/54. 26/52. 54 അപ്പൊ 26/52 ആണ്. അപ്പൊ അത് ചെറുതാക്കി എത്ര കിട്ടും? 1/2 കിട്ടും. അപ്പൊ 1 മൈനസ് ബ്ലാക്ക് കാർഡ് കിട്ടുന്ന പ്രോബിലിറ്റിനെ കുറച്ചാൽ പോരെ നോട്ട് എ ബ്ലാക്ക് കാർഡ് കിട്ടാൻ. അപ്പൊ 1 മൈനസ് 1/2 കിട്ടും. അപ്പൊ എത്ര? 1.5 കുറച്ചാൽ എത്ര? 1/2 തന്നെ വരും. ഓക്കെ. അപ്പൊ 1/2 ആണ് ബ്ലാക്ക് കാർഡ് അല്ലാത്തത് കിട്ടാൻ. അതായത് 50% ബ്ലാക്ക് കാർഡ് അല്ലാത്തത് കിട്ടും. അത് 52 അതിന്റെ പകുതി ബ്ലാക്ക് കാർഡ്, പകുതി റെഡ് കാർഡ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശരിയാ. ഫുള്ളി കംപ്ലീറ്റ് ആയില്ലേ? ഇത് a bag contains 9 discs of which 4 are red, 3 are blue, and 2 are yellow. And the discs are similar in shape and size. The disc is drawn at random from the bag. Calculate the probability it will be red, yellow, blue, not blue, either red or blue.
ഉം. ചെയ്യാൻ പറ്റും. ഒരു ബോക്സ് വരക്കുക, അതില് 4 റെഡ് കളർ ഉണ്ട്. ഉം. റെഡ് 4 എന്ന് എഴുതാം, ബ്ലൂ 3 എന്ന് എഴുതാം, യെല്ലോ 2 എന്ന് എഴുതാം. ഇതിന്റെ അടിയിൽ ടോട്ടൽ എത്ര 9 ആയിരിക്കും. ഇപ്പൊ റെഡിന് 6 എന്ന് കൊടുത്തു, അപ്പൊ പ്രോബിലിറ്റി ഓഫ് റെഡ് എത്ര കിട്ടും? റെഡ് 4, ബ്ലൂ 3, യെല്ലോ 2. ഉം. ഇത് 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടില്ലേ? ആ, എത്ര വരും? 4/9. 4/9. ഓക്കെ. അടുത്ത പ്രോബിലിറ്റി ഓഫ് യെല്ലോ എത്ര വരും? 2/9. പ്രോബിലിറ്റി ഓഫ് ബ്ലൂ എത്ര വരും? 3/9. 1/3. 1/3. ഓക്കെ. ഇനി നോട്ട് ബ്ലൂ എത്ര വരും? 1 - 1/3. 1 - 1/3. ബ്ലൂ വരുന്നത് 1/3. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചാണ്. ആ, നോട്ട് ബ്ലൂ എങ്ങനെ? പി ഒ ബി കോംപ്ലിമെന്റ്. 1 - എത്ര വരും? 2/3. അടുത്തത് ഐദർ റെഡ് ഓർ ബ്ലൂ. എ ഓർ ആർ റെഡ് ഓർ ബ്ലൂ. റെഡ് ഓർ ബ്ലൂവിന് യൂണിയനാണ്. അത് നമ്മളെ നേരത്തെ പ്രോപ്പർട്ടീസിൽ എഴുതാൻ വിട്ടു. ഓർന്ന് വെച്ചാൽ എന്താ? ഇവിടെ എഴുതി വെക്കും. ഓർന്ന് വെച്ചാൽ യൂണിയൻ, ആൻഡ് എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ കേട്ടോ. എങ്ങനെ? ഓർന്ന് വെച്ചാൽ യൂണിയൻ, ആൻഡ് എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ. ഓറും ആൻഡ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഐദർ റെഡ് ആൻഡ് ബ്ലൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇന്റർസെക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഓറ ചോദിച്ചുകൊണ്ട് യൂണിയൻ ഉണ്ട്. റെഡ് ഓർ ബ്ലൂ എത്ര വരും? 2 ആഡ് ചെയ്യാനാ? അതായത് പി ഓഫ് ആർ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താ? പി ഓഫ് ആർ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് ആർ ഇന്റർസെക്ഷൻ ബി ആണ്. പക്ഷെ ആർ ഇന്റർസെക്ഷൻ ബി 0 ആവും. കാരണം എന്ന് വെച്ചാൽ എന്താ? മ്യൂച്വലി എക്സ്ക്ലൂസീവ്, രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റെഡ് വേറെ പ്രോബിലിറ്റി പരസ്പരം ഇതാകുന്നില്ല, അതുകൊണ്ട് 0 ആയിരിക്കും. ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്താണ്. 4/9 പ്ലസ് 1/3. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ സെവൻത്താ? എക്സാമ്പിൾ 7. അപ്പൊ വെൻ ഡയഗ്രം നിങ്ങൾ ഒഴിവാക്കി, ഡിലീറ്റഡ് ആണ്. അല്ല. ഇതെല്ലാം വെൻ ഡയഗ്രം വെച്ചിട്ട് ചില പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. പ്രോബിലിറ്റി ഇക്വേഷൻ തന്നെ ഇട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടിപ്പോ.
Mm. Two students, Anil and Ashima, appeared in an examination. Probability that Anil will qualify the examination is 0.05, and that Ashima will qualify the examination is 0.10. Okay. Mm. Ah. The probability that both will qualify the examination is 0.02. Find the probability. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അനില് പാസ്സാകാനുള്ള പ്രോബിലിറ്റി 0.05. Mm. ഇത് ബ്രാക്കറ്റിൽ പി ഓഫ് അനില് പാസ്സാകുന്നത് പി ഓഫ് എന്ന് കൊടുക്കണം. Ah. അഷിമ പാസ്സാകുന്നത് പി ഓഫ് ബി എന്ന് കൊടുക്കാം. Mm. അപ്പൊ പി ഓഫ് എ ഇസ് ഇക്വൽ ടു 0.05. പി ഓഫ് ബി ഇസ് ഇക്വൽ ടു ഇവർ ഇ യു എഫ് എടുത്തത് നമുക്ക് എയും ബി കൊടുക്കാം. Mm. ബോത്ത് പാസ്സാകുന്ന വെച്ചാൽ എന്തെങ്കിലും പി ഓഫ് 0.01 0.1 ഈക്വൽ അല്ലേ? 0.1 0.10. ഈക്വലാണ്. എഴുതിയാ ക്വസ്റ്റ്യൻ എഴുതി. പി ഓഫ് എ എത്ര വരും? 0.05. പി ഓഫ് ബി 0.1. ഇതെന്താ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഏതാ? ഇന്റർസെക്ഷൻ യൂണിയനാ? യൂണിയൻ അല്ലേ? യൂണിയൻ എന്ന് വെച്ചാൽ എന്താ? ഫുള്ളും വരും. ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ ബോത്ത്. ഓക്കെ. ഓക്കെ. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര വരും? 0.02. ഓക്കെ. അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബോത്ത് അനിൽ ആൻഡ് അഷിമ. ആൻഡ് എന്ന് വെച്ചാൽ എന്താ? ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാമിനേഷൻ. അതായത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ കണ്ടുപിടിക്കട്ടെ. നോട്ട് എന്ന് വെച്ചാൽ ഡാഷ് കോംപ്ലിമെന്റ് വരും. അപ്പൊ എന്ത് വരും? ഇ ഡാഷ് ഇന്റർസെക്ഷൻ അല്ല എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് വരും. ഓക്കെയാ? എന്നിട്ട് അത് കണ്ടുപിടിച്ചു. അറിയോ? ഇല്ല. ഡിമോർഗൻസ് ലോ അല്ലേ? ഇതില് എ യൂണിയൻ ബി കണ്ടുപിടിക്ക്. എ യൂണിയൻ ബി എങ്ങനെ കണ്ടുപിടിക്കാം? എ യൂണിയൻ ബി ഇസ് ഇക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വെച്ചിട്ട് എ യൂണിയൻ ബി എത്ര നോക്കും? എ യൂണിയൻ ബി എത്ര കിട്ടും?
0.13 ആയിരിക്കും. അപ്പൊ എ നമ്മൾ ഇത് ഇങ്ങനെയുണ്ട്. എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എ ഡാഷ്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഡിമോർഗൻസ് ലോ എന്താ പറയുന്നത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ എന്താക്കിയാൽ 1 മൈനസ് എ യൂണിയൻ ബി. ഓക്കെ അല്ലേ? 1 മൈനസ് എ യൂണിയൻ ബി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 1 മൈനസ് 0.13 കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? 0.87 കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഈ 1 എവിടുന്ന് വന്നതേനു? ഞാൻ പറഞ്ഞില്ലേ, എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ എന്താക്കും? ടോട്ടൽ പ്രോബിലിറ്റി എത്ര? 0.13 അല്ല 1. ഓക്കെ ഓക്കെ. 1. അപ്പൊ അതിൽ നിന്ന് കുറച്ചാൽ മതി. മുകളിലെ പ്രോപ്പർട്ടീസ് ഇല്ലേ, അതിലൊന്ന് എഴുതി വെക്ക്. പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1. ഇത് കണ്ടോ? ഇത് ഞാൻ ഇപ്പോൾ ഇട്ടത് എഴുതിയത്. ഇപ്പുറമുള്ളതൊന്നും ഇല്ല. പി ഓഫ് എ അല്ലെങ്കിൽ പി ഓഫ് ബി പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 എന്ന് എഴുതി. ഒരു 5ാമത്തെ പ്രോപ്പർട്ടി എഴുതി വെക്കാം. പി ഓഫ് ബി പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1. ബി ഡാഷ് എത്താം ഈക്വൽ ടു 1 എഴുതിയാണ്. പി ഓഫ് ബി പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1. ഇനി ഇപ്പൊ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താക്കിയാൽ മതി? പി കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താക്കിയാൽ മതി? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ചെയ്താൽ മതി. പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ചെയ്താൽ മതി. അതേപോലെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലാവില്ല? അവന്നാടെ എഴുതി വെക്ക്. എഴുതാൻ വിട്ടോ? ഓക്കെ അല്ലേ? ഇനി അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. അപ്പൊ എന്ത് വരും? അതിന്റെ അർത്ഥം എന്താ? ഒരാളും ക്വാളിഫൈ ചെയ്യാത്തത്. അപ്പൊ ക്വാളിഫൈ 2 ചെയ്യുന്നത് എന്താ? അപ്പൊ ഇത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്. അതായത് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ. ഓൺലി വൺ ഓഫ് ദം വിൽ ബി ക്വാളിഫൈഡ് എക്സാം ഏതാ? ഒരാള് ക്വാളിഫൈ ചെയ്യണം എക്സാമിന്. അപ്പോ ഈ കണ്ടീഷൻ വരും. അനിൽ വിൽ ക്വാളിഫൈ, അഷിമ ക്വാളിഫൈ ചെയ്യൂല. രണ്ടാമത് അനിൽ വിൽ നോട്ട് ക്വാളിഫൈ, അഷിമ ക്വാളിഫൈ ചെയ്യും. ഓക്കെ. അപ്പൊ ക്വാളിഫൈ നമുക്ക് അനിലിന് നമ്മൾ ഏന്ന് കൊടുത്തിടാം. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ക്വാളിഫൈ ചെയ്യാത്തത്. അത് രണ്ടും പ്ലസ് ചെയ്താൽ മതി. എ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ അല്ല എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഓക്കെ. ഇതിലെന്താ പറയുന്ന ക്വസ്റ്റ്യൻ? ഒരാള് ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് പറയും.
അപ്പൊ അനില് ക്വാളിഫൈ ചെയ്ത് അശ്മ ക്വാളിഫൈ ആയിട്ടില്ല. ആ അപ്പൊ അനിലിന് നമ്മൾ ഏതല്ല കൊടുത്തേ? ആ ആ പി ഓഫ് എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വരും ഇതിന്. അനിൽ ക്വാളിഫൈ ചെയ്യും, അശ്മ ക്വാളിഫൈ ചെയ്യാത്ത. ഓക്കെ അല്ലേ? ആ ഇനി അതേപോലെ തിരിച്ചിട്ടാകുമ്പോൾ എന്ത് വരും? അനിൽ ക്വാളിഫൈ ചെയ്യാത്തതും അശ്മ ക്വാളിഫൈ ചെയ്യുന്നതും എന്താ? എ കോംപ്ലിമെന്റ്. ഇന്റർസെക്ഷൻ ആ അതന്നെ, അത് രണ്ടും പ്ലസ് ചെയ്യണം, ഇതും ഇതും, എന്നാലേ അതിന്റെ ടോട്ടൽ കിട്ടും. അപ്പൊ അത് കിട്ടാൻ നമ്മൾ ഈ പ്രോപ്പർട്ടീസും കൂടി എഴുതാൻ പറ്റും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത്ര ടഫ് ഒന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. പ്രീവിയസ് കാണിച്ചു തരാം. ഇതൊന്നും എഴുതിക്കണം. ഇവിടെ എയും ബിയും എഴുതണം. ഫസ്റ്റ് ഇങ്ങനെ എഴുതണേ: അനിൽ വിൽ ക്വാളിഫൈ, അഷിമ വിൽ നോട്ട് ക്വാളിഫൈ. അടുത്ത കേസ് എന്താ? അനിൽ വിൽ നോട്ട് ക്വാളിഫൈ, അഷിമ ക്വാളിഫൈ. എന്നിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, എയും ബിയും ആക്കിയിട്ട്. ഓക്കെ. ഇത് പ്രോപ്പർട്ടീസിലുള്ളതാ? ആ പ്രോപ്പർട്ടീസിലുള്ളതാണെന്ന് വെച്ചാൽ ഇത് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് കട്ടാകുന്നതാ ശരിക്കും പറഞ്ഞു. യൂസ് ചെയ്ത ക്വസ്റ്റ്യൻ കാണിച്ചത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. ഇങ്ങനത്തെ നോട്ട് എന്ന് വെച്ചാൽ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. മനസ്സിലായ? ആ അതായത് 1 മൈനസ് പി ഓഫ് ചെയ്യുന്ന മതി. ആ നോട്ട് ബി എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് ബി. അത്രേ ഉള്ളൂ. ഇനി പി ഓഫ് എ യൂണും ബി എങ്ങനെ കണ്ടുപിടിക്കുക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് അതേ ക്വസ്റ്റ്യൻ ഇതാ, അനിലിന്റെയും അശ്വിന്റെയും. എൻ സി ആർ ടി എന്നാണ് എല്ലാ ക്വസ്റ്റ്യനും എടുത്തിടുന്നത്. ഇതെല്ലാം സിമ്പിൾ തന്നെ, അതേ ഇപ്പൊ ചെയ്ത പോലത്തെ മെത്തേഡ്. ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാർഡിന്റെ പ്രോബ്ലം. ബ്ലാക്ക് കാർഡ് വരാൻ എത്ര ഉള്ളു? 26/52. നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാൻ തോന്നും. ഫേസ് കാർഡ് എന്തേനും? ഫേസ് മറ്റേ ഇങ്ങനെ ഇത് വരുന്നത്, എയ്സ് അങ്ങനത്തെ വരുന്നത്. കിങ് ക്യൂവിന് അങ്ങനത്തെ ഫേസ് വരുന്നത് ചിത്രം വരുന്നില്ല. അത് നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് ഇതിൽ ചെയ്യാം ഈ പ്രോബ്ലത്തിൽ. മറ്റേത് ആൻസർ ചെയ്തില്ലേ? ലാസ്റ്റ് എഴുതിയിട്ടില്ല. ചെയ്തിട്ടില്ല. ഇതേത്? ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും വൈൻഡപ്പ് ചെയ്തു.